അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് 18 കോടി കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ്. അപ്പോൾ ചിന്തിക്കും 18 കോടി, ഇന്ത്യയിലാകെ ഇത്ര ജനങ്ങളേ ഉള്ളൂ, അതിനകത്ത് 18 കോടി ജനങ്ങൾ എന്നുള്ളത്. നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ കാര്യമാണ് നിൽക്കുന്നത്. 2 വയസ്സ് മുതലുള്ള 1000 ദിനങ്ങൾ നിർണായകമാണ് കുട്ടികൾക്ക്. പാരീസിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് കേട്ടോ. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലെ 3നും 4നും ഇടയിൽ പ്രായമുള്ള 4ൽ 3 കുട്ടികൾക്കും പോഷകാഹാരക്കുറവുണ്ടെന്നാണ് ലാൻസെറ്റ് പഠനം. ഇത്തരത്തിൽ 18.2 കോടി കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ച നഷ്ടപ്പെടുന്നതായി കുട്ടികളുടെ ആരോഗ്യം സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പഠന പരമ്പരയിൽ പറയുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പോഷകാഹാരക്കുറവ് വന്നിട്ടുണ്ട്. 2നും 5നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിലാണ് പഠനം നടത്തിയത്. 2 വയസ്സിന് ശേഷമുള്ള 1000 ദിവസങ്ങളാണ് പഠന വിധേയമാക്കിയത്. ഗർഭകാലം മുതൽ 2ാം പിറന്നാൾ വരെയുള്ള 1000 ദിനങ്ങൾ പോലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിൽ പിന്നീടുള്ള 1000 ദിവസങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇവർക്ക് മതിയായ പോഷകാഹാരമോ വിദ്യാഭ്യാസമോ ലഭിക്കുന്നില്ലെന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 2 വയസ്സിന് ശേഷമാണ് കുട്ടികളിൽ മാനസികമായും ശാരീരികമായുമുള്ള പലതരത്തിലുള്ള വളർച്ചകൾ വരുന്നത്. ആ ഒരു സമയത്ത് കൃത്യമായ പോഷകാഹാരം ലഭിക്കാത്തത് മൂലം പല കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പല അസുഖങ്ങളും വരുന്നുണ്ട്. മാത്രമല്ല മാനസികമായ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യവും ഫിസിക്കലായിട്ടുള്ള ആരോഗ്യവും കുട്ടികൾക്ക് ഈ 2 വയസ്സിന് ശേഷം വരുന്ന 1000 ദിനങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പലതും മനസ്സിലാക്കേണ്ടത്. പല എഡ്യൂക്കേഷനെ പറ്റി മനസ്സിലാക്കേണ്ടതൊക്കെ പല ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ അല്ല കേട്ടോ പറഞ്ഞത്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ എല്ലാവരും പെട്ടെന്ന് അതാണോ ചിന്തിക്കും. അത്തരത്തിലുള്ള ചിന്തയല്ല ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയുടെ നമ്മളിപ്പോൾ ഒരു സാഹചര്യത്തിൽ കുട്ടികളൊക്കെ വഷളാകുന്നു, കുട്ടികളൊക്കെ ഇങ്ങനെ അടിമകളാകുന്നു, അങ്ങനെ അടിമകളാകുന്നു, ഇല്ല കുട്ടികൾ വീട്ടിൽ ഇരിക്കുന്നു, കുട്ടികളുടെയൊക്കെ സ്വഭാവത്തിൽ ഭയങ്കര വൈകൃതങ്ങൾ വരുന്നു എന്നുള്ള സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ 2 വയസ്സ് തൊട്ട് കുട്ടികളിൽ പല മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറുന്ന സമയമാണ്. ആ സമയത്ത് കഴിഞ്ഞ് കുട്ടികളെ സോഷ്യലാക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടതും വേണ്ടാത്തതിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. 2 മുതൽ 4 വയസ്സ് വരെ അല്ലെങ്കിൽ 4-5 വയസ്സ് വരെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. കളിക്കാൻ പഠിപ്പിക്കണം, ആൾക്കാരുമായിട്ട് പെരുമാറാൻ പഠിപ്പിക്കണം, എങ്ങനെ സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കണം. അത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഈ 2 വയസ്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ സാഹചര്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ചെറിയ പ്രായത്തിലാണോ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിക്കും. അതല്ല, അതാണ് നമ്മുടെ തെറ്റ്. കുട്ടികളെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഒരു എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, അതായത് വലിയ സാഹചര്യങ്ങളെ പറ്റിയല്ല, ആ കുട്ടികളെ നേരിടുന്ന പല സാഹചര്യങ്ങളുണ്ട്. കുട്ടികളെ നേരിടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇല്ല ഒന്ന് പുറത്ത് പോയി ഒരാളോട് സംസാരിക്കാൻ, നമ്മളിപ്പോൾ ഒരു കുട്ടീനെ പുറത്ത് പോയി സംസാരിപ്പിക്കാൻ എനിക്ക് പേടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചാന്ന് പറഞ്ഞ് മടിയിലിരുത്തും. ആ ഒരു സാഹചര്യം അല്ല. എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ ഓരോരോ ഡിഫറെൻറ്റ് കൈൻഡാണ്. എന്നാൽ പോലും ഒരാളുടെ 4 ആളോട് പോയി സംസാരിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ ഈ ഒരു 3, 4, 5 വയസ്സുള്ള കുട്ടികളെ അതൊക്കെ പഠിപ്പിക്കണം, സോഷ്യലാക്കാൻ പഠിപ്പിക്കണം. മറ്റു കുട്ടികളായിട്ട് പല പ്രശ്നങ്ങൾ പറയാം. അത് ഞാൻ പറയുന്നത് തന്നെ കുട്ടികളുടെ കൂടെ എങ്കിലും വിടണം. അറ്റ്ലീസ്റ്റ് കുട്ടികളുടെ എങ്കിലും വിടണം. അങ്ങനെ വിടാൻ ഇപ്പോഴത്തെ ആൾക്കാർ തയ്യാറാവില്ലല്ലോ. അതാണ് പ്രശ്നം. കുട്ടികളുടെ കൂടെ എങ്കിലും വിടാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മള് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അടച്ചു പൂട്ടിയിട്ട് കുട്ടികളെ വളർത്തി കഴിഞ്ഞാലുള്ള മാനസിക വേദന. അതെ, പക്ഷെ ഞാൻ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോഷകാഹാരക്കുറവിനെ കുറിച്ചാണ് സംസാരിച്ചത്. റൂട്ട് മാറിപ്പോയി. അപ്പം ഇന്ത്യയിലടക്കമുള്ള ദാരിദ്ര്യ മൂലമാണ് ഇത്തരത്തിലുള്ള പോഷകാഹാരക്കുറവിന്റെ അപര്യാപ്തത വരുന്നത്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലാണ് ഇത്തരത്തിലുള്ള കൂടുതലായിട്ടുള്ള വരുന്നത്. അതിന് സർക്കാർ ഒരു നടപടി സ്വീകരിക്കണം, അല്ലേ? സർക്കാർ അതെ, സർക്കാർ ഒരു നല്ല നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലും കുട്ടികൾക്കെങ്കിലും, കാരണം ഭാവി തലമുറ നമ്മളല്ല പിള്ളേരല്ലേ, ഇപ്പോഴേ അവർക്ക് പോഷകാഹാരത്തിൽ കുറവുണ്ടെങ്കിൽ അത് പിന്നെ ഇപ്പൊ തന്നെ പലർക്കും ചെറിയ പ്രായത്തിൽ തന്നെ പല അസുഖങ്ങളും വരുവാണ്. ഇമ്മ്യൂണിറ്റി ശേഷി അങ്ങനത്തെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറവുള്ള കുട്ടികളാണ്. അടുത്തോടെ ഒരു പനി പോയാൽ പെട്ടെന്ന് ബാധിച്ചത് ന്യൂമോണിയ വരെ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല നെഹ്റു ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അടുത്ത ജനാധിപത്യത്തെയാണ് കുട്ടികളിലൂടെ കാണുന്നതെന്ന് പറയുന്നത്. അത്രയും വലിയ കാര്യമാണ്. കാരണം ഈ കുട്ടികളാണ് നാളെ നമ്മുടെ ഇങ്ങനെ വന്നിരിക്കേണ്ടത്, ഇവിടെ വന്നിരിക്കേണ്ടത് ഇങ്ങനെ. അതെ, അപ്പം അങ്ങനെ അത്തരത്തിലുള്ള പല അസുഖങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിനെല്ലാം ഒരു തടയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ.